പ്രണയത്തിൽ കാണുന്ന കോമൺ ആയിട്ടുള്ളൊരു ഫാക്റ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? രണ്ടുപേര് തമ്മിൽ നല്ല പ്രണയത്തിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്കപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ആ ബ്രേക്കപ്പിന് കാരണം ഒരാളായിരിക്കും. എന്നിട്ട് ബ്രേക്കപ്പ് സങ്കടത്തോടുകൂടി ഏറ്റുവാങ്ങിയ വ്യക്തി വിദൂരതയിലേക്ക് പോവുകയും അയാളൊരു സെൽഫ് അർത്ഥത്തോടുകൂടിയായിട്ട് ജീവിതം കരിപ്പിടിപ്പിക്കുകയും ചെയ്യിക്കും എന്നുള്ളതാണ്. അയാൾക്ക് സെൽഫ് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞു. ഹരിതാപമാർന്ന അല്ലെങ്കിൽ വർണ്ണാഭമായൊരു ജീവിതത്തിലേക്ക് എല്ലാം മറന്നുകൊണ്ട് അയാൾ കടന്നു കയറും. അയാളെ സപ്പോർട്ട് ചെയ്യാനും ആളുകൾ വരും. പോകെ പോകെ ഒരുപക്ഷെ പുതിയ ജീവിത പങ്കാളിയെ കണ്ടെത്തിയെന്നും വരാം. അപ്പോൾ ബ്രേക്കപ്പ് കൊടുത്ത വ്യക്തിക്ക് അയാൾ അകലെ നിന്ന് വീക്ഷിക്കുമ്പോൾ തൻ്റെ പ്രണയത്തിലായിരുന്ന വ്യക്തിക്ക് താൻ ബ്രേക്കപ്പ് കൊടുത്തിട്ടും യാതൊരു സങ്കടവുമില്ലല്ലോ. അവൻ നല്ല രീതിയിൽ ജീവിക്കുകയാണല്ലോ. എല്ലാ സന്തോഷങ്ങളും അവനുണ്ട്. അവന് സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. അവൻ നല്ല രീതിയിൽ ജീവിക്കുകയാണ്. അവന് യാതൊരു കുഴപ്പവുമില്ല. എന്ത് സന്തോഷവാനാണ് അവൻ. അവനൊരു കിങ്ങിനെ പോലെയാണല്ലോ എന്ന് സ്വയം മനസ്സിലാക്കുകയാണ്. ഇതവന് സങ്കടത്തിലാഴ്ത്തുമെന്നുള്ളതാണ്. ഈ സങ്കടം അവന് അസൂയയായിട്ട് കത്തി ജ്വലിക്കുമെന്നുള്ളതാണ്. അവിടെ ജലസി വരും. കാരണം താൻ ഉപേക്ഷിച്ച് കളഞ്ഞ വ്യക്തി തൻ്റെ അഭാവത്തിൽ തന്നെ മിസ് ചെയ്യാതെ യാതൊരു സങ്കടവുമില്ലാതെ ജീവിക്കുന്നത് കാണുമ്പോൾ എതിർപക്ഷത്തുള്ള വ്യക്തിക്ക് സഹിക്കാൻ കഴിയില്ലെന്നുള്ളതാണ്. അവൻ്റെ മനസ്സിൽ നിന്നത് പോകില്ല. ഓരോ ദിവസവും അവന് സങ്കടകരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും. വാട്സാപ്പിൽ നല്ല പ്രസാദത്തോടുകൂടി അവനെ കാണുകയാണ്. ഓൺലൈനിലെല്ലാം അവൻ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. താൻ ബ്രേക്കപ്പ് കൊടുത്ത വ്യക്തി അവൻ നല്ല നല്ല സ്റ്റാറ്റസുകൾ ഇടുന്നു. ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങാൻ പോകുന്നു. ഫാമിലി ലൈഫിൽ അവൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ബ്രേക്കപ്പ് കൊടുത്ത വ്യക്തിക്ക് ആകെ സങ്കടമായി. അവൻ ഒരു ഡിപ്രഷനിലേക്ക് പോവുകയും നല്ല ജലസി അവനിൽ വരികയും ചെയ്യുമെന്നുള്ളതാണ്. ഇതാണ് റൊമാൻറ്റിക് ലൈഫിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത്. കോമണായി കാണുന്ന ഒരു കാര്യം തന്നെയാണിത്.